ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സോഫ ലാബ് കുഞ്ഞഹമ്മദ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവരെ പരിചയപ്പെടാം. ഞാൻ ഡോക്ടർ അജിത്, സെൻട്രൽ ക്ലിനിക് കുട്ടികളത്താണി പത്തനംതിട്ട എടുത്ത് ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് വൈഫ് ഡോക്ടർ റിനി. എൻ്റെ പേര് ഡോക്ടർ റിനി. ഞാൻ ഹോമിയോ ഡോക്ടറാണ്. ഐഡിയൽ ഹോമിയോപേറ്റിക് എന്ന് പറഞ്ഞിട്ട് ചട്ടിപ്പറമ്പിൽ ഒരു സ്ഥാപനം നടത്തിയിട്ടുണ്ട്. ഡോക്ടറെ, ചോദിക്കാനുള്ളത് വെച്ചാൽ നിങ്ങൾ സോഫ ലാബിൽ എങ്ങനെയാണ് എത്തിയത്? കാരണം ഒരുപാട് കമ്പനികൾ ഇവിടെ സോഫ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ സോഫ ലാബിൽ എത്തിയത്? എൻ്റെ ലിവിംഗ് റൂം സോഫ സെറ്റ് വിത്ത് ലിവിംഗ് റൂം കുറച്ചൊരു പ്രീമിയം ലെവലിൽ തന്നെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപാട് പേരോട് ചോദിച്ചിട്ടും പോയി കണ്ടിട്ടുമൊക്കെയാണ് അവസാനം സോഫ ലാബ് തന്നെ പുറത്ത് കുറേ അന്വേഷിച്ചു. അവസാനം നമ്മൾ സോഫ ലാബ് അടുത്ത് തന്നെയാണ് എത്തിപ്പെടുകയാണ്. അവരുടെ വർക്ക് കണ്ടു, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ 7 മാസമായി നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞു. അപ്പൊ നമ്മള് ഈ 7 മാസമായി എന്ന് പറഞ്ഞാൽ കുറച്ച് യൂസ് ചെയ്ത സോഫ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഞങ്ങളെ അതിന്റെ സ്റ്റിച്ചിങ്ങിനെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് 7 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നത്. നമ്മളെ സോഫയിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴത്തെ ഒരു അഭിപ്രായം? ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഉദ്ദേശിച്ച പ്രൈസ് അനുസരിച്ചാണെങ്കിലും അതിന്റെ ഒരു കംഫർട്ട്, സുഖം എല്ലാം ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ ഒക്കെ നല്ല പ്രീമിയം ലുക്കാണ്. ഭയങ്കര സുഖമാണ് ഇരിക്കുമ്പോഴൊക്കെ. ആ കംഫർട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 100% ഹാപ്പിയാണ്. അന്ന് പ്രൈസ് കുറച്ച് കൂടുതലാണ് മറ്റുള്ളവർക്ക്. ഇപ്പോ എങ്ങനെയായാലും ഒരു വീട് വർക്ക് ഉണ്ടാവുമ്പോൾ 2-3 സ്ഥലത്ത് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും. അത് പ്രൈസ് കുറച്ച് കൂടുതലാണല്ലോ. അപ്പൊ ആ ഒരു പ്രൈസിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുക? അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്താണ് പറയുക? പ്രൈസിനനുസരിച്ച് വർത്ത് തന്നെയാണ്. നമ്മൾ പ്രൈസ് കൂടി എന്നുള്ളൊരു ചിന്തിച്ചിട്ടില്ല. പ്രീമിയം ലെവലിൽ തന്നെ ചെയ്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സർവീസ് ഞങ്ങളെ ഇപ്പൊ ഇത്രയും ഞങ്ങൾ 7 മാസമായിട്ട് നമ്മളൊരു നല്ല ഇതിലാണ് പോകുന്നത്. ഞങ്ങൾ കസ്റ്റമർ ആണെങ്കിലും ഫണ്ട് വാങ്ങിക്കാണ്ട് വെറുതെ ഞങ്ങൾ ഒഴിവാക്കുകയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ കിട്ടുന്നുണ്ടോ ഇല്ല, അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ, ഇൻ കേസ് വന്നാൽ സർവീസ് കിട്ടുമോ ഇല്ല, എന്താണ് നിങ്ങൾ അതിലുള്ള ഒരു അഭിപ്രായം? നിങ്ങളൊരു അഭിപ്രായം ഉണ്ടാവില്ല. ഞങ്ങൾ പറയാം എന്തായാലും ഞങ്ങൾ സർവീസ് തരുന്നു. നിങ്ങളൊരു അഭിപ്രായം ഞങ്ങളെ പറ്റി എന്താണ്? അതിന് ഇതുവരെ അങ്ങനെ വിളിച്ച് പറയേണ്ട ഒരു സർവീസിന്റെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഒരു വിശ്വാസം നിങ്ങൾ തന്നെയാണ് ചെയ്യും എന്നുള്ള നിങ്ങളോടുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ അതില് ഞങ്ങൾക്ക് 100% ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. സർവീസ് എന്തായാലും നിങ്ങൾ വേറെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ റെഫർ ചെയ്യാൻ എന്താണ്? നിങ്ങൾ റെഫർ ചെയ്യോ അതോ എന്താണ് അതിന്റെ അവസ്ഥ? തീർച്ചയായിട്ടും റെഫർ ചെയ്യും. കാരണം അതിന്റെ ക്വാളിറ്റി ഞങ്ങൾ അനുഭവിക്കുന്നതാണല്ലോ, ഞങ്ങൾക്ക് അറിയാലോ. എന്തായാലും ഞങ്ങൾ അത് റെഫർ ചെയ്യും.